ഇത് മീനമാസമാണ്. മീനമാസത്തിലെ സൂര്യൻ അങ്ങ് തലയ്ക്ക് മുകളിൽ നിൽക്കുന്നതാണ്. കൊടും വേനലായിരിക്കും. പ്രത്യേകിച്ചിപ്പോൾ ഈ കാലാവസ്ഥാ വ്യതിയാനം തന്നെ വന്ന് ചൂട് അതികഠിനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് കേരളത്തിൽ നമുക്കറിയാം പാലക്കാടും പുനലൂരും മാത്രമാണ് കൂടുതൽ ചൂട് നിൽക്കുന്നത്. ഇപ്പോൾ അത് മാറിയിട്ട് കേരളം മുഴുവൻ അതികഠിനമായ ചൂടിൽ വെന്തുരുകുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ 33 ചില ജില്ലകളിൽ 32, 33 ഇന്നലെയും വ്യത്യാസമുണ്ട്. 30, 34 ഇങ്ങനെ പോവുകയാണ്. ഇപ്പോൾ തീർച്ച പറഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് ചെറിയ 1-2 മഴ കിട്ടി എന്നുള്ളൊരു ആശ്വാസം ഉണ്ട്. നമുക്ക് 1-2 ഇടമഴ കിട്ടി. പക്ഷേ എങ്കിലും അന്തരീക്ഷത്തിൻ്റെ താപനിലയും ഈ മോയ്സ്ചർ കണ്ടൻറ്റ് കൂടുതലാണ്. മഴ കിട്ടിയതുകൊണ്ട് കാര്യമില്ല. നല്ല മഴ കിട്ടിയാൽ അതനുസരിച്ച് മോയ്സ്ചർ കണ്ടൻറ്റ് ഇവിടെ അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല ചൂട് അനുഭവപ്പെടും. പകൽ നല്ല ചൂടാണ്, രാത്രിയും ചൂടാണ്. ഇപ്പോൾ AC ഒക്കെ ഇട്ടാണ് മിക്കവാറും ആളുകൾ AC ഉള്ളിടത്ത് AC ഉപയോഗിക്കേണ്ടി വരുന്നു. അപ്പോൾ നല്ല ചൂടിലേക്ക് പോയിട്ടുണ്ട്. ഇനി നമുക്ക് മെയ് ഇപ്പോൾ മാർച്ചിൽ നിന്ന് ഇപ്പോൾ 25 26 അല്ലേ? മാർച്ച്, ഏപ്രിൽ, മെയ് പകുതി വരെ കൊണ്ടുപോകണം വണ്ടി. മെയ് പകുതി വരെ ഓടണം. അത് കഴിഞ്ഞാൽ മഴ ഉണ്ടാകണം. അല്ല, ഞാൻ പറഞ്ഞാൽ സീസൺ ഒരു കലണ്ടർ അനുസരിച്ച് ഇപ്പോഴത്തെ കലണ്ടർ അനുസരിച്ച് 2 മാസത്തോളം നമ്മളിതിനെ കൊണ്ടുപോകണം. ഇപ്പോൾ തന്നെ വറ്റി തുടങ്ങിയിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കൃഷിക്കുള്ള വെള്ളം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വെള്ളത്തിൻ്റെ ക്ഷാമം തുടങ്ങിയിട്ടുണ്ട്. ചൂടുണ്ട്, നല്ല അതികഠിനമായ ചൂടുണ്ട്. അതിനേക്കാൾ ഹ്യൂമിഡിറ്റി ഉണ്ട്. അന്തരീക്ഷത്തിൻ്റെ ആർദ്രത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ബോഡി ക്ഷീണിക്കാനും ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി തന്നെ ഈ സമയമൊക്കെ ക്രമമൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും പാലിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. നിങ്ങൾ 11 മണിക്ക് ശേഷം പുറത്തിറങ്ങരുത്, 3 മണിക്ക് അകത്ത് ശേഷം പിന്നെ 3 മണി വരെ പുറത്തേക്കരുതെന്നൊക്കെ പറഞ്ഞാലൊന്നും സ്കൂൾ ടൈമോ അല്ലെങ്കിൽ ഓഫീസ് ടൈമോ ഒന്നും അങ്ങനെ സെറ്റ് ചെയ്യുന്നില്ലല്ലോ. നമ്മൾ കറക്റ്റായിട്ടുള്ള പഴയ സിസ്റ്റം വച്ചിട്ട് ആളുകളോട് അങ്ങനെ ഇറങ്ങരുത് കയറരുതെന്നൊക്കെ പറഞ്ഞാലൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. അല്ലെങ്കിൽ ചൈനയിലൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഈ ടൈം ഷിഫ്റ്റ് ചെയ്യണം. ലോകത്തെല്ലാ രാജ്യത്തും എങ്ങനെയാണ് ചെയ്യുന്നത്? കാലാവസ്ഥ സമയത്ത് ടൈം ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ അതനുസരിച്ച് ഇപ്പോൾ രാത്രി കടകളൊക്കെ ഒരുപാട് സമയം, ഓഫീസ് സമയമൊക്കെ അതനുസരിച്ച് ഷിഫ്റ്റ് ചെയ്യും. രാത്രിയിലോട്ട് രാവിലെയൊക്കെ നീട്ടും. ഇപ്പോൾ 10 മണിയിൽ നിന്നുള്ള 9 മണിക്ക് വരാൻ പറയും. അല്ലെങ്കിൽ 8 മണിക്ക് വന്നാൽ നേരത്തെ 2 മണിക്ക് പോകാം. അങ്ങനെയൊക്കെ ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. ഇവിടെ അത് ഉൾക്കൊള്ളാൻ ഇവിടെ അങ്ങനത്തെ പ്രാക്ടീസ് ഒന്നും ഇല്ല ഇവിടെ. ചൈനയിൽ പല ടൗണുകളിലും ഉച്ചയ്ക്ക് 1 മണിക്കൂർ മാത്രമേ എന്ത് തുറക്കുള്ളൂ? ഭക്ഷണശാല തുറക്കുള്ളൂ. നിങ്ങളപ്പോൾ കഴിച്ചോണം, അപ്പോൾ വാങ്ങിച്ച് കരുതിക്കോണം. ആ 1 മണിക്കൂറേ ഉള്ളൂ ഭക്ഷണശാല ഉച്ചയ്ക്ക്. വൈകുന്നേരം 2 മണിക്കൂർ, അത്രയേ ഉള്ളൂ. പിന്നെ ദുബായ് പോലുള്ള നഗരങ്ങളിലാണെങ്കിൽ രാത്രിയാണ് കൂടുതൽ ഷോപ്പിംഗ്. പകൽ നിങ്ങൾ എവിടെ പോകേണ്ട കാര്യമില്ല. ഷോപ്പിങ്ങിൽ പകൽ മിക്കവാറും ഷോപ്പുകൾ അടച്ചു കിടക്കുകയായിരിക്കും. രാത്രി ഫുൾ ഷോപ്പിംഗാണ് നിങ്ങൾക്ക്. വളരെ ഫ്രീ ആയിട്ട് ഭാര്യയും ഭർത്താവും മക്കളുമായിട്ട് ഇറങ്ങാം. നിങ്ങൾക്ക് ഷോപ്പ് ചെയ്യാം, നിങ്ങൾക്ക് ഡാൻസ് ചെയ്യാം, വെള്ളം അടിക്കാം, പാട്ട് പാടാം, ബാറിൽ പോവാം. സുഖലോലുപതയാണ് രാത്രി. എന്നിട്ട് വന്നിട്ട് ഉറങ്ങിയാൽ മതി. അപ്പോൾ പല രാജ്യങ്ങളും പല രൂപത്തിൽ ചിന്തിക്കുന്നുണ്ട് മാറ്റങ്ങളൊക്കെ. കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് 6 മാസക്കാലത്തേക്ക് കാര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് സംഭരിച്ചുകൊണ്ട് 6 മാസം പുറത്തിറങ്ങാൻ പറ്റാത്ത രാജ്യങ്ങളും ഉണ്ട്. കറക്റ്റ് 6 മാസത്തേക്കുള്ളത് ആ ഗ്രാമങ്ങളിലും ആ സ്റ്റേറ്റിൽ അവർ കരുതി വയ്ക്കും. ഒന്നും പിന്നെ 6 മാസത്തേക്ക് അവർക്ക് പുറത്തു പോകാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പം നമ്മൾ മൊത്തം ക്രമീകരണങ്ങളിൽ അവർ മാറ്റം വരുത്തും, വലിയ മാറ്റം വരുത്തും. നമ്മുടെ ഇവിടെ അങ്ങനെ ചെയ്യുന്നില്ലല്ലോ. നമ്മളതല്ലേ ഞാൻ പറഞ്ഞു, എത്ര മണി വരെ ഇറങ്ങരുത്. ആരും ഇറങ്ങാതിരിക്കുന്നു ഇവിടെ. ഓഫീസ് നിങ്ങൾ തുറന്നു വെച്ചിട്ട് കയറരുതെന്ന് പറഞ്ഞാൽ ആ ടൈമും കൂടി മാറുന്നില്ലല്ലോ സാറേ. ഇവിടുത്തെ ടൈം ഇപ്പോൾ 9 മണിക്ക് ഓഫീസ് തുറന്നു കഴിഞ്ഞാൽ ഓക്കെ, ആളുകൾ 9 മണിക്ക് വരും. നിങ്ങൾ 10:30 തുറക്കുള്ളൂ. 10 മണിക്ക് തുറക്കും, 10:30 ആകും ഓഫീസിൽ ആളുകൾ വരെ. എന്നിട്ട് 11 മണിക്ക് ജനങ്ങൾ വരല്ലെന്ന് പറഞ്ഞാൽ സാർ എന്തേ പറയുന്നതിൻ്റെ ഒരു ലോജിക്ക് വേണ്ടേ? നമുക്ക് കേൾക്കുന്നതിൻ്റെ ഒരു ലോജിക്ക് വേണ്ടേ? 10 മണിക്കാണ് സർക്കാർ ഓഫീസ്. 10:30 ആകും ആളുകൾ വന്ന് എല്ലാം സെറ്റാവാൻ. ഒപ്പൊക്കെ ഇട്ട് 10:30 വരെ ഒരു കുഷൻ ടൈമാണ്. 10:30 വരുമ്പോൾ പിന്നെ അവരുടെ അടുത്ത് 11 മണിക്കല്ലേ സാധാരണ ആളുകൾക്ക് വരാൻ പറ്റുള്ളൂ. അതെ. അപ്പോൾ തിരിക്കണം, 9 മണിക്കാക്കണം, 8 മണിക്കാക്കണം ഓഫീസ്. അപ്പോൾ വൈകുന്നേരം 5 മണി വരെ കൊടുക്കണ്ട. അപ്പോൾ ആളുകൾ വരും. അല്ലെ തിരിച്ചാക്കണം, വൈകുന്നേരം കൂടുതൽ സമയം. അപ്പോൾ ഇത് ആളുകളുടെ സൗകര്യങ്ങൾക്കനുസരിച്ചും കാലാവസ്ഥ സൗകര്യങ്ങൾക്കനുസരിച്ച് ടൈമിംഗ് ഒക്കെ, സ്കൂൾ ടൈമൊക്കെ അതനുസരിച്ച് എന്ത് ചെയ്യണം? ഷിഫ്റ്റ് ചെയ്യണം. രാത്രി 4 മണി തൊട്ട് ഇപ്പോൾ 8 മണി വരെ പഠിപ്പിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഷിഫ്റ്റ് ചെയ്യാമല്ലോ. പക്ഷേ ഇത് അങ്ങനത്തെ ചിന്തകളോ ഇന്നോവേറ്റീവായ കാര്യങ്ങളോ ഇല്ല. നമ്മളിങ്ങനെ ചർവണം പോലെ ആളുകളോട് ഒരു തൊഴിലുറപ്പുകാരോടൊക്കെ പറയും, രാവിലെ വർക്ക് വയ്ക്കണം, 7 മണി തൊട്ട് അവർക്ക് വർക്ക് വയ്ക്കണം. 7 മണി തൊട്ട് 11 വരെ ചെയ്താൽ മതി എന്ന് പറയണം. അത് വയ്ക്കില്ല. 10-11 മുതൽ 3 വരെ ഇറങ്ങരുതെന്ന് പറയും. പക്ഷേ എപ്പോൾ തുടങ്ങണമെന്നുള്ള ഓർഡറിലില്ല. അപ്പോൾ നമ്മുടെ ഈ കേരളത്തിലെ കാലാവസ്ഥ ഈ അതികഠിനമായ ചൂടിൽ ഇനിയും മാറ്റം സംഭവിക്കുന്നു. ചൂട് കൂടാനല്ലേ സാധ്യതയുള്ളൂ സാർ. മാർച്ചല്ലേ ആയിട്ടുള്ളൂ സാർ. മീനമാസത്തിന് ചൂടങ്ങോട്ട് കയറുകയില്ല. ഇനിയിപ്പോൾ ഒരു 2 ആഴ്ച കൂടെ നല്ല ചൂടായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഏപ്രിൽ ആവും, പകുതിയെങ്കിലും ആവും നമുക്ക്
ഒന്ന് കുറഞ്ഞു വരാൻ. അപ്പം നല്ല ചൂടായിരിക്കും. വേടത്തിലെത്തുമ്പം അങ്ങ് എന്താണ് ഉച്ചസ്ഥായിലെത്തുമല്ലോ. ഇപ്പം കുംഭച്ചൂടും ഭയങ്കരമാണ്. മീനം ആകുമ്പോൾ അതങ്ങ് മീനമാസത്തിലെ സൂര്യൻ വളരെ വലുതാണ്, ഭയങ്കര ചൂടാണ്. അപ്പോൾ അത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു പീക്കിലേക്ക് എത്തും. ഇപ്പോൾ പീക്കിൽ കഴിയുമ്പോൾ പിന്നെ കുറച്ച് കുറയും. പക്ഷേ ഇതിനിടയ്ക്ക് വേനൽ മഴ കിട്ടിയാൽ 1-2 കിട്ടി. ഇപ്പോൾ കിട്ടിയത് കൊണ്ടുള്ള ഒരു സുഖമുണ്ട്. ഇപ്പോൾ അത് ചൂടിൽ കുറവ് വന്നിട്ടില്ല. പക്ഷെ കിണറ്റിലൊക്കെ കുറേ വെള്ളം കാണും, മണ്ണിലൊക്കെ കുറേ വെള്ളം കാണും. പക്ഷേ ചൂട് നമ്മളിപ്പോൾ എ സിയിലിരിക്കുകയാണ്, എന്നിട്ട് നമ്മൾ വേർക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത് വേർക്കുന്നത്? 18 AC ഇട്ടിട്ട് നമ്മൾ വേർക്കുകയാണ്. കാരണം അന്തരീക്ഷത്തിന് അത്ര എന്തുണ്ട്, ഹ്യൂമിഡിറ്റി ഉണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. ഇവിടെ ചൂട് കാലത്ത് ഭയങ്കര ഹ്യൂമിഡിറ്റി ഉണ്ട് അന്തരീക്ഷത്തിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബോഡിയൊക്കെ പെട്ടെന്ന് വേർക്കും, ദാഹം കൂടും, വേർക്കും. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഈ 33 ഡിഗ്രി ചൂടിൽ തമിഴ്നാട്ടിൽ പോയി നിന്നാൽ നമുക്കൊന്നും തോന്നില്ല, നല്ല കാറ്റും സുഖമാണ്. 33 ഡിഗ്രി തമിഴ്നാട്ടിലൊന്നുമല്ല. അതേസമയം ഇവിടെ 33 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമുക്ക് 1 ഡിഗ്രി കൂടിയാലും താങ്ങാൻ പറ്റില്ല. അതാണ് കേരളത്തിൻ്റെ സ്ഥിതി. പക്ഷേ ഈ ചൂട് മാറിക്കഴിഞ്ഞ് കൃത്യമായിട്ട് മഴ കിട്ടണം എന്നൊന്നും ഇല്ലല്ലോ, കാലാവസ്ഥാ വ്യതിയാനം ഒന്നുമില്ലല്ലോ. മാത്രമല്ല വലിയ മഴ വരാം, ഭയങ്കര വലിയ മഴ വരാം, മഴ വരാതിരിക്കാം. പഴയ കാലത്ത് പറയുന്നതിനകത്ത് ഒരു കാര്യമില്ല സാർ. പഴയ കാലാവസ്ഥ ഒരു കലണ്ടർ അനുസരിച്ച് ചിന്തിക്കുന്നതിനെക്കുറിച്ച് യാതൊരു കാര്യമില്ല. ഞാൻ ഇന്നലെ എനിക്ക് നോട്ട് വായിച്ചായിരുന്നു, ഒരു സാർ അയച്ചു തന്നായിരുന്നു. അത് വായിച്ചപ്പോൾ എന്താ പറയുക, ലോക രാഷ്ട്രീയം മുഴുവൻ ഇപ്പോൾ തിരിയുന്ന എന്തിനെ ബേസ് ചെയ്തിട്ട് വേണം, കാലാവസ്ഥയെ ബേസ് ചെയ്ത് വേണം തിരിയേണ്ടത്. പുതിയ വിത്തിനങ്ങൾ കണ്ടുപിടിക്കുക. ഇനി പഴയതുപോലെ ആവശ്യം പോലെ വെള്ളം കൊടുത്തുള്ള വിത്തിനങ്ങൾക്ക് പ്രസക്തിയില്ല. പുതിയ രീതികൾ കണ്ടുപിടിക്കുക, പുതിയ ഫ്ലഡ് സിസ്റ്റം കണ്ടുപിടിക്കുക, എല്ലാം പുതിയത് കണ്ടുപിടിക്കേണ്ടി വരുന്നു. വെള്ളം കുറച്ച് ഉപയോഗിക്കേണ്ടുന്ന മെറ്റീരിയൽ കണ്ടുപിടിക്കണം, സിമൻറ്റിനൊക്കെ ഉള്ള പുതിയ മെറ്റീരിയൽ. അങ്ങനെ മുഴുവൻ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു വാട്ടർ ഫ്രണ്ട്ലി ആയിട്ടുള്ള, വെതർ ഫ്രണ്ട്ലി ആയിട്ടുള്ള, ക്ലൈമാറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പൊളിറ്റിക്സ് വരെ വേണമെന്നാണ് പറയുന്നത്. അല്ലാതെ നിൽക്കാൻ പറ്റില്ല, ലോകത്തിൽ ഒരിക്കലും നിൽക്കാൻ പറ്റില്ല. കാരണം അത്രമാത്രം കാലാവസ്ഥ വ്യതിയാനം വളരെ റിയാലിറ്റിയാണ്, നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യമാണ്. അതുപോലെയാണ് ചൂടെന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ചൂടാണ്. മഴ വന്നാലും എക്സ്ട്രീം മഴയാണ്. മഴക്കാലം വെള്ളപ്പൊക്കം, പ്രളയം, വേനൽക്കാലത്ത് അതികഠിനമായ വരൾച്ചയും ഈ ഹ്യൂമിഡിറ്റിയും വേണ്ട പ്രശ്നമാണ്. അപ്പോൾ അത് നമ്മളെ മാത്രം ബാധിക്കുന്ന പോട്ടെ, കന്നുകാലികളെ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി കുറയ്ക്കും, അതിൻ്റെ പാല് കുറയ്ക്കും. കന്നുകാലികൾ എന്ത് കഴിച്ചാലും അതിൻ്റെ പാല് കുറയും, പശുക്കൾക്കൊക്കെ പ്രത്യുൽപാദന ശേഷി കുറയും. ഒരുപാട് ജീവികൾക്കൊണ്ട് ജീവിച്ചിരിക്കാൻ പറ്റത്തില്ല. മണ്ണിര പോലുള്ള ഒരുപാട് ജീവികൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല. തവള, മണ്ണിര, അങ്ങനെ ഒരുപാട് സൂക്ഷ്മ ജീവികളുണ്ട്, സൂക്ഷ്മം വലുതുമായിട്ടുള്ള, അതിനൊന്നും ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. കണിക്കൊന്ന കാലം മാറി പൂക്കുന്നു. മാവ് 10-30 ഇനം മാവ് ഇപ്പോൾ പൂക്കുന്നേ ഇല്ല. ചക്കയുടെ എണ്ണം കുറഞ്ഞു, പ്ലാവിൽ ചക്കയുടെ എണ്ണം കുറഞ്ഞു. ഇതെല്ലാം എങ്ങനെ സംഭവിക്കുന്നു? ഇതെല്ലാം വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. നമ്മൾ ആ സമയത്ത് ഇതെല്ലാം നമ്മുടെ ചർച്ചയിലുണ്ടോ? നമ്മൾ പാവപ്പെട്ട കുറേ സ്ത്രീകൾ അവിടെ സമരം കിടക്കുന്നു, അതിൻ്റെ പുറകിൽ എല്ലാവരും അതിൻ്റെ പുറകെ തന്നെ നിൽക്കുന്ന സമൂഹം. പക്ഷേ ഗവൺമെൻറ്റിനകത്ത് വല്ല കാഴ്ചപ്പാടുണ്ടോ? ഇനിയിപ്പോൾ നവകേരളമാണ്, ആഘോഷം എന്ന് പറയുന്നു. അടുത്ത മാസം, ഈ മാസം ഉടനെ ഇപ്പോൾ ആഘോഷം തുടങ്ങുകയാണ്, 4ാം വാർഷിക ആഘോഷം എന്ന് പറയുന്നത്. പക്ഷേ അടിസ്ഥാനപരമായി കേരളത്തെ ബാധിക്കുന്ന ഇത്തരം വിഷയങ്ങൾ, അത് അടിസ്ഥാന വർഗത്തിൻ്റെ വിഷയങ്ങളാകട്ടെ, കാലാവസ്ഥാ പരിസ്ഥിതി പോലുള്ള അടിസ്ഥാന വിഷയങ്ങളാവട്ടെ, നമ്മൾക്കൊരു കാഴ്ചപ്പാടുമില്ല. ഇനിയിപ്പോൾ കുറേ ടാങ്കർ ലോറിയിൽ വെള്ളം കൊടുക്കും, എല്ലാ വർഷവും നമ്മളിത് ചെയ്യുന്ന പരിപാടിയാണ്. അതൊന്നും ശാശ്വതമായ ഒരു പരിഹാരമല്ല, ശാശ്വതം പോയിട്ട് ഒരു ടെമ്പററി പരിഹാരം പോലുമല്ല. പക്ഷേ അതിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിൻ്റെ കുറച്ച് പൈസ പരിപാടികൾ, ടാങ്കർ ലോറി പരിപാടികൾ ഇങ്ങനെ ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ തീർച്ചയായിട്ടും വലിയ ചൂടാണ് വരുന്നത്. ആ ചൂട് നമ്മൾ പ്രതിരോധിക്കാനുള്ള ഓരോ തുള്ളി വെള്ളവും കരുതുക, അച്ചടക്കത്തോട് വിനിയോഗിക്കുക, ഈ കാലാവസ്ഥ മാറ്റത്തെ മനസ്സിലാക്കുക, അതിനുള്ള പ്രിക്കോഷൻസ് എല്ലാ ഭാഗത്തും എടുക്കുക എന്ന് മാത്രമേ നമുക്ക് മുന്നിൽ കരണീയമായിട്ടുള്ളൂ.